പാഠം 530. ചില മരണാനന്തര ചിന്തകൾ. മനസ്സിലായില്ല. നല്ല ഉദ്ദേശത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചിലർ തെറ്റായി വ്യാഖ്യാനിച്ച് നമ്മളെ കുറ്റപ്പെടുത്തിക്കളെ. മോഹനേട്ടൻ ഇപ്പൊ ആരെ കുറ്റപ്പെടുത്തിയേ? അല്ല, അങ്ങനെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുകയായിരുന്നു. മറ്റുള്ളവർ അങ്ങനെ കരുതുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനാ അല്ലേ? എന്താ പറ്റിയേ? ഇനി കളിയാക്കി തരിക്കോ? എന്നാലും മൊത്തത്തിൽ എന്നെ പറ്റി എന്ത് പറയുന്നേ? ഞാൻ നല്ലതാണോ ചീത്തയാണോ? രാവിലെ എന്താ പറ്റിയത്? എന്തോ കാര്യമായിട്ട് മനസ്സ് വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഒന്നുമില്ല. അല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ മുതൽ ഞാനും നീ തമ്മിൽ ഒരുപാട് വഴക്കൂടിയിട്ടുണ്ട്. ചിലതൊക്കെ ഭയങ്കര വഴക്കായിരുന്നു. എപ്പോഴെങ്കിലും എന്നെ കല്യാണം കഴിച്ചത് അബദ്ധമായി പോയി എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? നിന്നെ കഷ്ടപ്പെടുത്തിയ ഒരാളാണ് മരിച്ചുപോയത് എന്ന് നീ പറയോ? ഇത് മൂത്ത പ്രാന്താണ്. വേറെ ഒരു പണിയില്ലേ മോഹനേട്ടന്? ഉത്തമ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉത്തമൻ സത്യം പറയണം. എന്താണ് സാറേ? ഉത്തമൻ എന്നെ പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ മരിച്ചു കഴിയുമ്പോ അയാൾ മരിച്ചത് നന്നായി, വില്ലേജ് ഓഫീസിലെ ഒരു കാര്യവും സമയത്ത് ചെയ്തു തരില്ലായിരുന്നു അയാൾ എന്നാവോ ഉത്തമൻ പറയുക? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല സാറേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി പറയരുത്. സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മനസ്സിലായില്ലേ? നിങ്ങളുടെ മേലധികാരി എന്ന നിലയിൽ എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന്. അല്ല സാർ, അങ്ങനെ ചോദിച്ചാൽ സാർ സത്യസന്ധനായ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ. കാഞ്ചന എന്ത് പറയുന്നു? എന്റെ അഭിപ്രായം അത് തന്നെയാണ് സാർ. പ്രത്യേകിച്ച് സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുന്ന ഒരു മേലുദ്യോഗസ്ഥനാണ് സാറ്. സ്വയം പ്രഭ. സാർ നല്ല മനുഷ്യനാണ്. ഒരാളുടെ പ്രയാസം കണ്ട മനസ്സലിയുന്ന ആള്. ഞാൻ മരിച്ചുപോയെന്ന് കരുതുക, അപ്പോഴും നിങ്ങൾ ഇതൊക്കെ തന്നെ പറയൂ. മനസ്സിലായില്ലേ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതൊക്കെ മാറ്റി പറയുമോ എന്ന്? ഇല്ല സാർ. അതെന്താ ശിശുപാലൻ ചേട്ടാ അങ്ങനെ ഒരു ചോദ്യം? എന്തോ പ്രശ്നമുണ്ടല്ലോ. സാറിപ്പം മരിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നത് എന്തിനാ? ഇനിയിപ്പോ വല്ല ക്യാൻസർ ആയില്ലോ. ദൈവത്തെ ഓർത്ത് ഐശ്വര്യമുള്ള നാക്കെടുത്ത് വളക്കരുത്. എന്താ ഉത്തമ ഈ സമയത്ത്? ഒന്നുമില്ല സാറേ. ഉത്തമൻ ഞാൻ വിളിച്ചിട്ട് വന്നതാ. എന്തിന്? ഒരു വളരെ പ്രശസ്തനായ വില്ലേജ് ഓഫീസർ മരിച്ചു കഴിയുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ പറ്റി മോശമായ കാര്യങ്ങൾ പറയാൻ ഇടയുണ്ട് എന്ന് കരുതുക. ആ ചീത്തപ്പേര് മാറ്റാനായി ഒരു പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. ആ അവാർഡിന് ലോകസമാധാനത്തിനുള്ള കെ മോഹനകൃഷ്ണൻ പുരസ്കാരം എന്നാണോ ലോകസമാധാനത്തിനുള്ള വില്ലേജ് ഓഫീസർ പുരസ്കാരം എന്നാണോ പേരിടേണ്ടത് എന്ന് ഞങ്ങൾ ആലോചിക്കായിരുന്നു. വില്ലേജ് ഓഫീസിൽ നടന്നത് പ്രഭയും പറഞ്ഞു. പാവം ഉത്തമം വിചാരിച്ചു മോഹനകൃഷ്ണൻ സാറ് എന്തോ മാരകമായ രോഗമെന്ന് മരിക്കാൻ പോവാണ് എന്ന്. അത് ചോദിക്കാനാ ഉത്തമം വന്നത്. എന്റെ മോഹനേട്ടാ, ഇങ്ങനെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നോർത്ത് പേടിക്കേണ്ട കാര്യം എന്താ ഉള്ളു? അങ്ങനെ മരിക്കണമെന്ന് വിചാരിച്ചാലും ഞാൻ വിടുവോ വില്ലേജ് ഓഫീസറെ? മോഹനേട്ടൻ പ്രമോഷനൊക്കെ കിട്ടി,
തഹസിൽദാരായി, കളക്ടറായി, വലിയ കേമനായി, നാട്ടുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയായിട്ടേ മരിക്കൂ. അതുപോലെ ഈ കാട്ടുപോത്തന്റെ കൂടെ കുറേ വർഷങ്ങൾ വഴക്കുണ്ടാക്കാതെ ജീവിച്ചതിന്റെ പേരിൽ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം എനിക്ക് കിട്ടിയിട്ടേ ഞാനും